ഹലോ പ്ലസ് ടു മക്കളെ, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും സീരിയസ് ആയിട്ടുള്ള ഒന്നും പറയുന്നില്ല, നേരെ ഞാൻ ചോദ്യത്തിലേക്ക് പോവാണ്. നമ്മുടെ പ്ലസ് ടു ഓണ പരീക്ഷയ്ക്ക് ഈ ചോദ്യങ്ങൾ പഠിക്കാണ്ട് നിങ്ങൾ പോവരുത്. ഈ പറഞ്ഞതുപോലെ തന്നെ ഈ ചോദ്യങ്ങൾ ഇത്രയും കാര്യങ്ങൾ അല്ലെങ്കിൽ ഈ ടോപ്പിക്സ് എല്ലാം നിങ്ങൾ കവർ ചെയ്തിട്ടുണ്ടെന്ന് നിങ്ങൾ 100% നിങ്ങൾ അതിനെ ഉറപ്പിക്കണം. അത്രയും ടോപ്പിക്സുകൾ ഏതൊക്കെയാണെന്ന് വളരെ സിമ്പിളായിട്ട് അല്ലെങ്കിൽ ഓരോ ചാപ്റ്ററിൽ നിന്ന് എന്താണെന്നുള്ളത് പെട്ടെന്ന് പറഞ്ഞു പോകാനാണ് ഞാൻ വന്നിട്ടുള്ളത് കേട്ടോ. ഓക്കെ, ഒരുപാട് സമയമൊന്നുമില്ല. ഈ ടോപ്പിക്സുകൾ പഠിച്ചിട്ടുണ്ടെന്ന് നിങ്ങൾ എന്ത് ചെയ്യണം, ഉറപ്പ് വരുത്തണം. ഇത്രയും ടോപ്പിക്സ് നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് അഷ്യൂർ ചെയ്യുന്നു 80% മാർക്ക് നിങ്ങളുടെ ഓണപരീക്ഷയ്ക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്ലസ് ടു അക്കൗണ്ടൻസിയിൽ നിങ്ങൾക്ക് വാങ്ങാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇത്രയും ഭാഗങ്ങൾ വളരെ കൃത്യമാക്കി വെക്കുക. ഈ പറഞ്ഞതുപോലെ തന്നെ അതിലെന്തുണ്ടാവരുത്. അങ്ങനെ ഈ ടോപ്പിക്കിൽ ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യരുത്, ഒരു കോംപ്രമൈസും ഇല്ല. നിങ്ങൾ എന്തായാലും അതിന് ആൻസർ ചെയ്തിരിക്കണം. ഓക്കെ, ചാപ്റ്റർ 1 എന്താണെന്ന് നമുക്കറിയാം. പാർട്ണർഷിപ്പിൻ്റെ ബേസിക് കോൺസെപ്റ്റുകളാണ്. ബേസിക് കോൺസെപ്റ്റിൽ ഏറ്റവും ആദ്യം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് ക്യാപിറ്റൽ അക്കൗണ്ടുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് അല്ലേ. ഓക്കെ, ക്യാപിറ്റൽ അക്കൗണ്ട് നമുക്കറിയാം. ക്യാപിറ്റൽ അക്കൗണ്ടിൽ നമ്മൾ 2 കാര്യങ്ങളായിരുന്നു പ്രത്യേകം പഠിച്ചിരുന്നത്. ഏതൊക്കെയായിരുന്നു? ഈ പറഞ്ഞതുപോലെ തന്നെ ഫ്ലക്ച്വേറ്റിങ്ങും അതേപോലെ തന്നെ എന്തുണ്ട്, ഫിക്സ്ഡും ഉണ്ട് അല്ലേ. ഇത് രണ്ടും ഉണ്ടാക്കാനുള്ള മെത്തേഡ്സും നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒരു ചോദ്യം കിട്ടിയാൽ എങ്ങനെയാണ് അത് ഉണ്ടാക്കുക എന്നുള്ളതും കൃത്യമായി പഠിച്ചിരിക്കണം. ഇതിൽ തന്നെ ഒരു തിയറി ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നത് നമുക്കറിയാവുന്നതുപോലെ തന്നെ എന്ത് വരും, ഒരു തിയറി ക്വസ്റ്റ്യനും കൂടി ഉണ്ട്. എന്താണ് ആ തിയറി ക്വസ്റ്റ്യൻ? എന്താണ് ഫ്ലക്ച്വേറ്റിംഗ് വേഴ്സസ് ഫിക്സ്ഡ് ക്യാപിറ്റൽ അക്കൗണ്ട് എന്നുള്ളത്? ഇത് കൃത്യമായിട്ട് വെക്കുക. ക്യാപിറ്റൽ അക്കൗണ്ടിന്റെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് ഈ ഓണ പരീക്ഷയുമായി ബന്ധപ്പെട്ടിട്ട് എന്തായാലും ഒരു ക്വസ്റ്റ്യൻ, ഒരു പ്രോബ്ലം ക്വസ്റ്റ്യന്, ഒരു തിയറി ക്വസ്റ്റ്യൻ, ഇത് രണ്ടും ഈ ഒരൊറ്റ ടോപ്പിക്ക് നിങ്ങൾക്ക് കിട്ടുന്നതാണ് അല്ലേ. അത് കൃത്യമായിട്ട് വെക്കുക എന്നുള്ളതാണ്. അടുത്തതായിട്ട് ഈ ചാപ്റ്ററിൽ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കുന്ന അടുത്തൊരു ടോപ്പിക്കാണ് എന്തെന്ന് പറയുന്നത്, ഈ പറഞ്ഞതുപോലെ തന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് എന്ന് പറയുന്ന ടോപ്പിക്ക്. ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് വെച്ചിട്ട് ഒരു അക്കൗണ്ട് ഉണ്ടാക്കാനുള്ള ചോദ്യം 110% ഷുവർ. ഓക്കെ, ഇവിടെ നിങ്ങളോട് ക്യാപിറ്റൽ അക്കൗണ്ട് ചോദിച്ചിട്ടില്ലെങ്കിലും എന്തായാലും ഒരു ചോദ്യം എന്തിൽ നിന്ന് വരും, അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൽ നിന്ന് വരും. വളരെ ഈസി ആയിട്ടുള്ള ഒരു അക്കൗണ്ടാണ് ഇതെന്ന് പറയുന്നത്, അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. ആ അപ്രോപ്രിയേഷൻ അക്കൗണ്ട് എന്ത് ചെയ്യുക, കൃത്യമായിട്ട് എഴുതാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അപ്രോപ്രിയേഷൻ അക്കൗണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, സെറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഒന്നാമത്തെ ചാപ്റ്ററിൽ പിന്നെ വളരെ ഈസി ആയിട്ട് ആരൊക്കെ വരുന്നുണ്ട്, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലും ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സും വരുന്നുണ്ട്. അതും ഫൈൻഡ് ചെയ്യാൻ വേണ്ടി പഠിക്കാം. പക്ഷെ ഒരു എസ്സേ ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഈ 2 ഭാഗത്തു നിന്നും എന്ത് ചെയ്യരുത്, ചോദ്യങ്ങൾ ചോദിക്കാണ്ട് പോവില്ല എന്നുള്ളത് ഉറപ്പാണ്. അതേപോലെ തന്നെ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സും അതേപോലെ തന്നെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്ന് പറയുന്ന 2 ടോപ്പിക് കേട്ടോ. ഈ 4 ടോപ്പിക്കുകൾ നിങ്ങൾ പഠിക്കുന്നതോട് കൂടിയിട്ട് നിങ്ങൾ എന്തായി ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് എവിടെ നിന്ന് ചോദ്യം വന്നാലും യു വിൽ ബി ഏബിൾ ടു ആൻസർ എന്നുള്ളതാണ് കേട്ടോ. കമ്മിങ് ടു ദ സെക്കൻഡ് ചാപ്റ്റർ, നമ്മൾ പാർട്ണർഷിപ്പിന്റെ അടുത്ത ലെവലിലേക്ക് പോയി. അഡ്മിഷൻ ഓഫ് എ പാർട്ണർ എത്തിയിട്ടുണ്ട് അല്ലേ. അഡ്മിഷൻ ഓഫ് എ പാർട്ണർ എത്തുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെ നോക്കേണ്ടതുണ്ട്, അഡ്മിഷന്റെ സമയത്ത് നമ്മൾ എന്തൊക്കെ വരുന്നുണ്ട് നമുക്കറിയാം. അഡ്മിഷന്റെ സമയത്ത് ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ അല്ലേ, ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ വരുന്നു. ഓക്കെ, അപ്പോൾ അത് സെറ്റാക്കി അല്ലേ. ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒപ്പം തന്നെ ആരും വരുന്നു, ഈ പറഞ്ഞതുപോലെ സാക്രിഫൈസിങ്ങും വരുന്നു അല്ലേ. ഓക്കെ, അപ്പോൾ ഇത് ഒരു 2 മാർക്ക് അത്രയേ ഉള്ളൂ കേട്ടോ. 2 മാർക്ക് അല്ലെങ്കിൽ ഒരു 3 മാർക്ക് മാക്സിമം വരാൻ പോകുന്ന ചോദ്യം അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇമ്പോർട്ടൻസ് അത്രയും എന്നുള്ള രീതിയിൽ നിങ്ങൾ പഠിക്കുക. അതാണ് എന്ത് പറയുന്നത്, ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയുമായി ബന്ധപ്പെട്ടിട്ട്. പിന്നെ ഈ ചാപ്റ്ററിൽ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കുന്ന ഒരു സാധനമാണ് ആരടാ, ഗുഡ് വില്ലിനെ മറക്കാൻ വേണ്ടി പാടില്ല. ഗുഡ് വിൽ ഇമ്പോർട്ടൻ്റ് ആണ്. ഗുഡ് വിൽ വാല്യൂ വേണ്ടി 5 മെത്തേഡുകൾ പഠിക്കുന്നുണ്ട്. എത്ര മെത്തേഡുകൾ? 5 മെത്തേഡുകൾ. ഈ 5 എണ്ണത്തിൽ ഏതൊക്കെ ചോദിക്കും എന്നുള്ളതിൽ എനിക്ക് ഉറപ്പില്ല. എന്തായാലും സൂപ്പർ പ്രോഫിറ്റ് ചോദിക്കും എന്നുള്ളത് എനിക്ക് ഉറപ്പാണ്. ഓക്കെ, ഈ 5 എണ്ണത്തിൽ ആവറേജ് ചോദിക്കോ, വെയ്റ്റഡ് ആവറേജ് ചോദിക്കോ, സൂപ്പർ പ്രോഫിറ്റ് ചോദിക്കോ, അല്ലെങ്കിൽ ക്യാപിറ്റലൈസ്ഡ് പ്രോഫിറ്റ് മെത്തേഡാണ് ക്യാപിറ്റലൈസ്ഡ് ആവറേജ് മെത്തേഡാണോ എന്നൊരു ചോദ്യം വന്നു കഴിഞ്ഞാൽ ഞാൻ പറയും സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡിൽ ഒരു ചോദ്യം ഉറപ്പാണ്. പിന്നെ എനിക്ക് സാധ്യത തോന്നുന്നത് വെയ്റ്റഡ് ആവറേജ് മെത്തേഡിലും ഒരു ചോദ്യം എന്താണ്, ഉറപ്പാണ് കേട്ടോ. വെയ്റ്റഡിലും ഒരു ചോദ്യം ഉറപ്പാണ്. അങ്ങനെ ഈ 2 മെത്തേഡുകൾ നിങ്ങൾ എന്തായാലും ആദ്യം പഠിച്ചു വെച്ചോ. എന്നിട്ട് എന്ത് ചെയ്തോ, ആവറേജ് മെത്തേഡ്, ഈ സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡ് അറിയുന്ന ഒരാൾക്ക് ആവറേജ് മെത്തേഡ്, ക്യാപിറ്റലൈസ് മെത്തേഡ് എല്ലാം എന്ത് ചെയ്യാൻ പറ്റും, ഈസി ആയിട്ട് എഴുതാൻ പറ്റും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡ് കൃത്യമായിട്ട് പഠിച്ചു വെക്കുക, വെയ്റ്റഡിലും പഠിച്ചു വെച്ചേക്കാം. അപ്പം ഗുഡ് വിൽ എന്നുള്ള ഭാഗത്ത് നിന്ന് അപ്പോൾ അവിടെ ഒരു തിയറി ഇല്ലേ, യെസ്, ഗുഡ് വിൽ എന്താണെന്നും ഒടുവിൽ എപ്പോഴൊക്കെയാണ് വാല്യൂ ചെയ്യണമെന്നുള്ളതും എന്ത് ചെയ്യാം, ഒന്ന് തിയറി ഭാഗത്തുനിന്ന് അല്ലേ. ഓക്കെ, വെൻ ഗുഡ് വിൽ, ഈ വെൻ എന്നുള്ള ഒരു ക്വസ്റ്റ്യനിൽ ഒരു ചോദ്യം എന്ത് ചെയ്യാം, ഗുഡ് വില്ലിന്റെ ഭാഗത്ത് നിന്ന് നിങ്ങൾ എക്സ്പെക്ട് ചെയ്തോളൂ. ഓക്കെ, അതാണ് ഗുഡ് വില്ലിന്റെ ഭാഗത്ത് നിന്ന് വരാൻ പോകുന്നത്. പിന്നെന്താണ്, നേരെ ഫൈനൽ അക്കൗണ്ട് ആണ്. ഈ പറഞ്ഞതുപോലെ തന്നെ ഫൈനൽ അക്കൗണ്ടിന് മുന്നേ ആരുണ്ട്, റീവാലുവേഷൻ അക്കൗണ്ട് ഉണ്ട്. ഈ റീവാലുവേഷൻ അക്കൗണ്ടിൽ ഞാൻ പ്രതീക്ഷിക്കുന്നത് ഈ റീവാലുവേഷൻ അക്കൗണ്ട് മാത്രമായിട്ട് കാണാനൊരു ചോദ്യം നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. റീവാലുവേഷൻ അക്കൗണ്ട് മാത്രമായിട്ട് കാണാനുള്ള ചോദ്യത്തിനെക്കാട്ടിൽ കൂടുതൽ സാധ്യത റീവാലുവേഷൻ പ്ലസ് എന്തുണ്ടാവും,
ക്യാപിറ്റൽ അക്കൗണ്ട്, റീവാലുവേഷൻ പ്ലസ് ക്യാപിറ്റൽ പ്ലസ് എന്തുണ്ടാവും, ഈ പറഞ്ഞതുപോലെ പുതിയ ബാലൻസ് ഷീറ്റ്. ഇങ്ങനെ വരുന്ന ഒരു ചോദ്യമാണ് നമ്മൾ എവിടെ എക്സ്പെക്ട് ചെയ്യുന്നത്, നമുക്കിവിടെ എസ് ആയിട്ട് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ മാർക്കിന് നമ്മുടെ പാർട്ണർഷിപ്പിന്റെ ഭാഗത്ത് നിന്ന് ഒരു ചോദ്യം വരും. ആ ചോദ്യം എന്തായിരിക്കും, ഈ പറഞ്ഞതുപോലെ തന്നെ റീവാലുവേഷൻ പ്ലസ് ക്യാപിറ്റൽ പ്ലസ് ബാലൻസ് ഷീറ്റ് എന്നുള്ളൊരു ചോദ്യമായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയും ഭാഗങ്ങൾ സെക്കൻഡ് ചാപ്റ്ററിൽ നിങ്ങൾ സെറ്റ് ആണെങ്കിൽ, സെക്കൻഡ് ചാപ്റ്ററിൽ നിങ്ങൾക്ക് ഇത്രയും ഭാഗം സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടെങ്കിൽ ഡോണ്ട് വെറി മക്കളെ, നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈസി ആയിട്ട് ഇത് ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ് കേട്ടോ ഞാൻ മനസ്സിലാക്കുന്നത്. ഓക്കെ, ഇനി അടുത്തതായിട്ട് നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്, നമുക്ക് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് ഉണ്ട്, അതുപോലെ തന്നെ ആരുമുണ്ട്, ഈ പറഞ്ഞ പോലെ AFS ഉണ്ട് അല്ലേ. ഓക്കെ, അപ്പോൾ നമുക്ക് ആരൊക്കെ ഉണ്ട്, കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് ഉണ്ട്, കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് സിസ്റ്റം ഉണ്ട്, CAS ഉണ്ട്, അതേപോലെ തന്നെ ആരുമുണ്ട്, AFS ഉണ്ട് അല്ലേ. ഓക്കെ, ഓണപ്പരീക്ഷയെ സംബന്ധിച്ചിടത്തോളം AFS ആയിരിക്കും കമ്പ്യൂട്ടറൈസ് ആയിരിക്കും വലിയ വ്യത്യാസം ഉണ്ടാവും എനിക്ക് തോന്നുന്നില്ല, കാരണം രണ്ടാൾക്കും പ്രാക്ടിക്കൽ തുടങ്ങിയിട്ടില്ല. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ AFSന് ഇതുവരെ ഒരിക്കലും പ്രാക്ടിക്കൽ ഉണ്ടാവില്ല, കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിന് ഫൈനൽ ആകുമ്പോഴത്തേക്കും എന്തുണ്ടാവും, പ്രാക്ടിക്കലിൻ്റെ മാർക്കും കൂടി കൂട്ടിയിട്ടാണ് വരിക. ഓക്കെ, അപ്പോൾ AFSൽ പഠിക്കുന്ന സമയത്ത് കമ്പനി അക്കൗണ്ട്സിൽ നമുക്കറിയാം ഒരു പ്രോബ്ലം ക്വസ്റ്റ്യൻ വെരി ഇമ്പോർട്ടൻ്റ് ആണ്, ഷെയർ ഇഷ്യൂ ചെയ്യുന്ന ക്വസ്റ്റ്യൻ. ഷെയർ ഇഷ്യൂ ചെയ്യുന്ന ക്വസ്റ്റ്യൻ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. ഷെയർ ഇഷ്യൂ ചെയ്യുന്നതിൽ അതിൽ എങ്ങനെയൊക്കെ ഇഷ്യൂ ചെയ്യുന്നതിൻ്റെ ഈ ഫോർ ഫീച്ചർ വരുന്നതും റീ ഇഷ്യൂവും ഒക്കെ എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക കേട്ടോ. ഓക്കെ, ഏതൊക്കെയാണ് ഫോർ ഫീച്ചറും പഠിച്ചു വെക്കുക, അതേപോലെ തന്നെ റീ ഇഷ്യൂവും എന്ത് ചെയ്യുക, നിങ്ങൾ കൃത്യമാണെന്ന് ഉറപ്പ് വരുത്തുക. ഓക്കെ, ഫോർ ഫീച്ചറും റീ ഇഷ്യൂവും സെറ്റാക്കി വെക്കുക ഷെയർ ഇഷ്യൂവിങ്ങിൽ. അതേപോലെ തന്നെ സെക്കൻഡ് ചാപ്റ്ററിൽ ഡിബഞ്ചർ എന്നുള്ള ഒരു ചോദ്യങ്ങൾ, ഡിബഞ്ചർ എന്നുള്ള ഭാഗത്തിന് അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതിന് മുന്നേ ഈ ചാപ്റ്ററിൽ ഈ ക്വസ്റ്റ്യനാണ് നിങ്ങൾ ആദ്യം ഇമ്പോർട്ടൻറ്റ് കൊടുക്കേണ്ടത്. ഡിബഞ്ചർ നോക്കിയിട്ടില്ലെങ്കിലും കൃത്യമായിട്ട് ഷെയർ ഇഷ്യൂവുമായി ബന്ധപ്പെട്ടുള്ള ജേർണൽ എൻട്രീസ് കൃത്യമായിട്ട് വെക്കുക എന്നുള്ളതാണ്. എന്നിട്ട് ഇവർ തമ്മിലുള്ള ഒരു ഡിഫറൻസ് ബിറ്റ്വീൻ തിയറി ക്വസ്റ്റ്യൻ വേഴ്സസ് എന്നുള്ള ഷെയർ വേഴ്സസ് ഡിബഞ്ചർ എന്നുള്ള ഒരു തിയറി ക്വസ്റ്റ്യൻ നിങ്ങൾ 100% എന്നുള്ള എക്സ്പെക്ട് ചെയ്തുള്ളൂ. ഇത്രയും ചോദ്യങ്ങൾ ചോദിക്കാണ്ട് എന്തായാലും ഓണപ്പരീക്ഷ കടന്നു പോകില്ല എന്ന് ഞാൻ എന്ത് ചെയ്യാണ്, ഗ്യാരണ്ടി തരുന്നു കേട്ടോ. CASന്റെ ഭാഗത്തേക്ക് പോവുകയാണെങ്കിൽ ഒന്നാമത്തെ ചാപ്റ്ററിന് അതിൻ്റെ എന്ത് ചെയ്യും, ഒബ്ജക്റ്റീവ്, അതേപോലെ തന്നെ അതിൻ്റെ ക്വാളിറ്റേറ്റീവ് സാധനങ്ങളും ചോദിക്കാവുന്നതാണ്. പിന്നെ ഒടുക്കത്തിൽ എന്തായാലും ചോദിക്കുന്നതാണ് കോഡിഫിക്കേഷൻ ചോദിക്കാണ്ട് ഇതെന്താണ്, വെരി 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 ഇമ്പോർട്ടൻറ്റ്. ഒന്നാമത്തെ ചാപ്റ്റർ ഓഫ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് സിസ്റ്റത്തിൽ നിന്ന് കോഡിഫിക്കേഷൻ്റെ ഭാഗത്തു നിന്നൊരു ചോദ്യം ഇല്ലാണ്ട് ഇല്ല, അങ്ങനെ ഒരു സിസ്റ്റം ഇല്ല എന്നുള്ളതാണ് കേട്ടോ. അതുപോലെ തന്നെ ഇതിൻ്റെ സെക്യൂരിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് എന്നുള്ള വീഡിയോ ആയതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു, കോഡിഫിക്കേഷൻ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു എന്നുള്ളതാണ്. സെക്കൻഡ് ചാപ്റ്റർ സ്പ്രെഡ്ഷീറ്റിൽ എവിടുന്ന് വേണമെങ്കിലും ചോദ്യങ്ങൾ വരാം, മാത്തമാറ്റിക്സിൽ നിന്നോ ലോജിക്കലിൽ നിന്നോ അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്സിൽ നിന്നോ ഒക്കെ ചോദ്യങ്ങൾ വരാം, അതിനനുസരിച്ച് പഠിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയാണ് നമുക്ക് +2 അക്കൗണ്ടൻസി എന്നുള്ള ഭാഗത്ത് നിന്ന് ഓണപരീക്ഷയ്ക്ക് നമുക്ക് വിട്ടുകൂടാനാവാത്ത കുറച്ച് ടോപ്പിക്സ് എന്ന് പറയുന്നത്. ഇത്രയും ടോപ്പിക്സ് നിങ്ങൾ എന്തായിരിക്കണം, 110% നിങ്ങൾ എന്തായിരിക്കണം, പഠിച്ചിരിക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് കേട്ടോ. ഓക്കെ, ഇനി ഇതുമായി ബന്ധപ്പെട്ടുള്ള നമ്മുടെ നോട്ട്സ് കാര്യങ്ങളും ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ജോയിൻ ചെയ്യേണ്ട കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൻ്റെ ലിങ്കാണ് ഞാൻ എന്ത് ചെയ്തിട്ടുള്ളത്, താഴെ കൊടുത്തിട്ടുള്ളത് കേട്ടോ. ആ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യുന്നതോട് കൂടി മൈക്രോബിറ്റ്, അതേപോലെ നോട്ട്സ്, PYQ, മോഡൽ ക്വസ്റ്റ്യൻ, ചാപ്റ്റർ സമ്മറി, ഇങ്ങനെയുള്ള എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് എന്താണ്, എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ആ ഗ്രൂപ്പിൽ നിന്ന് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. സോ ഡോണ്ട് ഹെസിറ്റേറ്റ്, ഒരിക്കലും മടി വേണ്ട, പെട്ടെന്ന് എന്ത് ചെയ്യാം, നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുന്നതോട് കൂടി നിങ്ങൾക്ക് എന്താണ് ഇത്രയും കാര്യങ്ങൾ ഫ്രീ ആയിട്ട് കിട്ടുവാണ്. ഇനി അതല്ല, എജുപോർട്ടിൻ്റെ ഒപ്പം കൂടുതൽ പഠിക്കണം, Zoom വീഡിയോസ് വേണം, ഡൗട്ട് ക്ലിയറൻസ് വേണം, ഡൗട്ട് ചോദിക്കണം, ഇതേപോലെ മെൻറ്റർഷിപ്പ് പ്രോഗ്രാം വേണം, ഇതിനെല്ലാം കൂടി വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, കേരളത്തിലെ നമ്പർ 1 ബോർഡ് ബാച്ച് ആയിട്ട് ഫോർ +2 ഇതേപോലെ സൂപ്പർ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. വെറും 499 rupees യു വുഡ് ബി ഏബിൾ ടു ജോയിൻ അവർ ഗ്രൂപ്പ് കേട്ടോ. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള ജസ്റ്റ് എന്ത് ചെയ്യാം, അതിൻ്റെ ഫോം ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. ആ ഫോം ഒന്ന് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ, ജസ്റ്റ് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു കോൾ ലഭിക്കുന്നതാണ്. അതിൽ നിങ്ങൾക്ക് ചോദിക്കാനുള്ള എല്ലാ ചോദ്യങ്ങളും, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലും ഒക്കെ ചോദിച്ചതിന് ശേഷം എന്ത് ചെയ്യുക, നമ്മുടെ സൂപ്പർ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ ഒരുപാട് Zoom വീഡിയോസും ക്ലൗഡ് ക്ലിയറൻസുമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു 1 year ജേർണിന് നമുക്ക് പോകേണ്ടതുണ്ട്. ഓക്കെ, താങ്ക് യു, ഹാവ് എ നൈസ് ഡേ.